നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ ഇംഗ്ലീഷ് ടിപ്സ് ആണേ. അപ്പോൾ 10th മെയിൻസിന് വേണ്ടിയിട്ട്, 10th മെയിൻസിന് മാത്രമല്ല എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്നതാ. പ്രീവിയസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അത് ട്രിക്കിലൂടെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ട്രിക്കിലൂടെ എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനത്തെ ടിപ്സാണ് എന്നെ സഹായിച്ച കുറച്ച് ടിപ്സ്. അപ്പോൾ ഇത് 4ാമത്തെ ക്ലാസ്സാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 10th മെയിൻസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോയി ചെക്ക് ചെയ്ത് ഇതുവരെ ചെയ്ത ക്ലാസ്സുകളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ വലിച്ചു നേടുന്നില്ല, ക്ലാസ്സിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തേക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യ പേപ്പർ 2019 നടന്ന VO പരീക്ഷയുടേതാണ്. പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ. ആദ്യത്തെ ചോദ്യം, either my father or my mother dash coming to meeting. ഇത് കോൺകോഡ് ആണ്. കോൺകോഡ് എന്ന് വെച്ചാൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഇവിടുത്തെ റൂൾ ഏതാ? either or ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, either or ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് നൗണിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. either orന് ശേഷം എന്ന് ഓർത്താൽ മതി. either orന് ശേഷം. അപ്പൊ either or ആയാലും neither nor ആയാലും ഒക്കെ ഈ സെയിം റൂള് തന്നെയാ. either orന് ശേഷം, neither norന് ശേഷം. അപ്പൊ ശേഷം വരുന്നത്, ഓറിന് ശേഷം വരുന്നത് മൈ മദർ ആണ്. മൈ മദർ എന്ന് പറയുന്ന ഒറ്റൊരു വ്യക്തിയല്ലേ, അപ്പൊ സിംഗുലാർ നൗൺ ആണ്. സിംഗുലാർ നൗൺ ആവുമ്പം വെർബും എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. സിംഗുലാർ വെർബ് എന്ന് പറയുമ്പം ഈസ്, വാസ്, ഹാസ് മുതലായവയാണ്. ഇവിടെ ഈസ് ഉണ്ടല്ലോ, ഈസ് ആണ് ഉത്തരം. ഈ റൂൾ ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷനിലേക്ക് നോക്കിയിട്ട് ഓഡ് വൺ ഔട്ട് എടുത്താൽ മതി. ഇവിടെ നോക്കുമ്പോൾ രണ്ടെണ്ണം പ്ലൂറല. രണ്ടെണ്ണം പ്ലൂറൽ ആകുമ്പോഴത്തേക്കും രണ്ടിനും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്ന ഒരെണ്ണം സിംഗുലർ ആയിട്ടുള്ള ആളുണ്ട്, ഈസ്. അതായിരിക്കും ഉത്തരം. എപ്പോഴും അങ്ങനെയായിരിക്കും PSC ഓപ്ഷൻ തരുന്നത്. ഓഡ് വൺ ഔട്ട് ആയിട്ട് 3 പ്ലൂറൽ തന്നിട്ട് ഒരു സിംഗുലർ തരും. അപ്പൊ ആ സിംഗുലർ ആയിരിക്കും ഉത്തരം. അപ്പൊ പ്ലൂറൽ ഉത്തരം വരുന്ന കേസാണെങ്കിൽ 3 സിംഗുലർ തരും, ഒരെണ്ണം പ്ലൂറൽ തരും. അപ്പൊ ആ പ്ലൂറൽ ആയിരിക്കും ഉത്തരം. അങ്ങനെയാ വരുന്നത്. അപ്പൊ ഇവിടുത്തെ റൂൾ എന്താ? either or ഉപയോഗിച്ച് രണ്ട് നൗണിനെ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ നൗണിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ഇവിടെ രണ്ടാമത്തെ നൗൺ എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മൈ മദർ, സിംഗുലർ ആയതുകൊണ്ട് സിംഗുലാർ വെർബ് യൂസ് ചെയ്യണം. ഇവിടെ സിംഗുലാർ വെർബ് ഏതാ? ഈസ് ആണ്. അപ്പൊ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓർ, either or, neither nor, not only but also എന്നിവയ്ക്കാണ്. ഓർ, either or, neither nor, not only but also ഇവ ചേർത്ത് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. അടുത്ത ചോദ്യം, ഇറ്റ് വാസ് ദ ഡാഷ് ഡ്രസ് ഐ ഹാഡ് എവർ ബോട്ട്. ഇവിടെ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണാ. ദ ഇല്ലേ, ഈ ഡാഷിന് മുന്നേ ദ ഉണ്ടെങ്കിൽ ദ പ്ലസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ദ പ്ലസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഏറ്റവും വില കുറഞ്ഞത് എന്ന അർത്ഥമാണ്. ഏറ്റവും വില കുറഞ്ഞത്. ഇവിടെ ചീപ്പിന്റെ സൂപ്പർലേറ്റീവ് ആണ്. ചീപ്പിന്റെ സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ ചീപ്പ്, ചീപ്പർ, ചീപ്പസ്റ്റ്. അപ്പൊ ചീപ്പസ്റ്റ് ആണ് ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇറ്റ് വാസ് ദ ചീപ്പസ്റ്റ് ഡ്രസ് ഐ ഹാഡ് എവർ ബോട്ട്. അപ്പൊ ദ കണ്ടതുകൊണ്ട് സൂപ്പർലേറ്റീവ് ആണെന്ന് മനസ്സിലായി. ഞാൻ വാങ്ങിയതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സ് ഇതാണ്. അങ്ങനത്തെ മീനിങ്. അടുത്ത ചോദ്യം, ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ഡാഷ് ഐ ആം നോട്ട് സർപ്രൈസ്ഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. അതാണ് കാര്യമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ സർപ്രൈസ്ഡ് അല്ല. എന്താ സംഭവിക്കുന്നതിലുള്ളതിൽ ഞാൻ സർപ്രൈസ്ഡ് അല്ല എന്നുള്ളതാ. ദെൻ ആണ് ഉത്തരം. അങ്ങനെയാണെങ്കിൽ എന്നുള്ള മീനിങ് ആണ്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ദെൻ ഐ ആം നോട്ട് സർപ്രൈസ്ഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. അടുത്ത ചോദ്യം, have you had a discussion about dash to go to the movies or not. ഇവിടെ or എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ കണ്ടോ? വെദർ കഴിഞ്ഞിട്ടാണ് ഓർ വരുന്നത്. വെദർ ഓർ. have you had a discussion about whether to go to the movies or not. പോകണോ വേണ്ടയോ എന്ന അർത്ഥത്തിൽ ഐദറിന്റെ കൂടെയും ഓർ ചേർക്കാറുണ്ട്. പക്ഷെ ഇവിടെ മീനിങ്
പോകണോ വേണ്ടയോ എന്ന അർത്ഥത്തിൽ. അങ്ങനെയാണ്. അപ്പോൾ വെദർ ആണ് ഉത്തരം. അപ്പോൾ ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ അബൌട്ട് വെദർ ടു ഗോ ടു ദ മൂവീസ് ഓർ നോട്ട്? പോകണോ വേണ്ടയോ എന്ന അർത്ഥത്തിലാണ് വെദർ ഉപയോഗിച്ചത്. അടുത്ത ചോദ്യം, രാമു യൂഷ്വലി ഡാഷ് ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ഇവിടെ ഒന്നും അറിയത്തില്ലെങ്കിൽ കൂടി യൂഷ്വലി എന്ന് പറയുന്ന വേർഡ് എന്തിലാണ് യൂസ് ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹാബിച്വൽ ആക്ഷൻ അല്ലേ? സിമ്പിൾ പ്രസന്റൻസ് ആണ്. സിമ്പിൾ പ്രസന്റൻസ്, ഹാബിച്വൽ ആക്ഷൻ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ പ്രസന്റൻസിലാ പറയുന്നത്. സിമ്പിൾ പ്രസന്റൻസ് എന്ന് പറയുമ്പം സബ്ജക്റ്റിന്റെ കൂടെ ഡു ഓർ ഡസ് ആണ്. ഇവിടെ സബ്ജക്റ്റ് രാമു അല്ലേ? രാമു എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഡസ് ഫോം ആണ് ചേർക്കേണ്ടത്. പ്ലേസ്, പ്ലേസ്, പ്ലേസ് എന്ന് പറയുമ്പം ഡസ് പ്ലസ് പ്ലേ അല്ലേ? അപ്പൊ ഡസ് ഫോം ആയതുകൊണ്ട് പ്ലേസ് ആണ് ഉത്തരം. ഇവിടെ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലോ, ദേ യൂഷ്വലി ഡാഷ് ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. ദേ എന്ന് പറഞ്ഞ പ്ലൂറൽ സബ്ജക്റ്റാ. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ പ്ലേ വന്നേനെ. ഇവിടെ യൂഷ്വലി കണ്ടുകൊണ്ട് പെട്ടെന്ന് പ്ലേയിലേക്ക് പോകരുത്, സബ്ജക്റ്റിലേക്ക് നോക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലാർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ പ്ലേസ് ആണ് ഉത്തരം. അപ്പോൾ സിമ്പിൾ പ്രസന്റൻസിൽ ഉള്ള സെന്റൻസ് ആണ്. സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് വേണം ചേർക്കാൻ. അടുത്ത ചോദ്യം, ഐ ആം ടു ടയേർഡ് ഡാഷ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ ആദ്യം നോക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഐ ആം ടു ടയേർഡ് എന്ന് പറയുമ്പം അതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുക, ടാഗ് എല്ലാം നെഗറ്റീവാ, ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐ ആം, ഐ ആം എന്ന സെന്റൻസ് വന്നാൽ ടാഗ് എന്തായിരിക്കും? ആറിൻ്റെ ഐ ആയിരിക്കും ടാഗ്. അത് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുമ്പോൾ പഠിക്കുന്ന റൂളാ. ഐ ആമിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തുമായിരിക്കും? ആറിൻ്റെ ഐ ആയിരിക്കും. ആറിൻ്റെ ഐ. ഐ ആം നോട്ട് ആണെങ്കിൽ എന്തോ വന്നേനെ? ആം ഐ വന്നേനെ. ഐ ആം നോട്ട് ആണെങ്കിൽ എന്തോ വന്നേനെ? ആം ഐ. ഐ ആമിലായതുകൊണ്ട് ആറിൻ്റെ ഐ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. അടുത്ത ചോദ്യം, ഹി കിൽഡ് 2 parrots ഡാഷ് 1 stick. ഒരു വടി കൊണ്ട്, ഒരു വടി കൊണ്ട് അവൻ ആ 2 തത്തകളെയും കൊന്നു. കൊണ്ട്, കൊണ്ട് എന്ന അർത്ഥത്തിൽ വിത്താണ്. ബൈ, അറ്റ്, ഇൻ, അതൊന്നും കൊണ്ട് എന്ന അർത്ഥം വരുന്നില്ല. ഒരു സാധനം കൊണ്ട്, വിത്ത്. അപ്പൊ ഹി കിൽഡ് 2 parrots with 1 stick. വടി കൊണ്ട്, വിത്ത്. അടുത്തത് കണ്ടീഷണൽ ക്ലോസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് PSC ഏതൊരു പരീക്ഷയായാലും അത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന കണ്ടീഷണൽ ക്ലോസ് തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ ഇഫ് യു ഹാഡ് റെഡ് ദ പേപ്പർ യു ഡാഷ് സീൻ ദ അഡ്വർടൈസ്മെന്റ്. ഹാഡ് റെഡ്, ഇഫ് ക്ലോസ് നോക്കുക. ഇഫ് ക്ലോസിൽ ഹാഡ് റെഡ്, റെഡ് എന്ന് പറയുന്ന റീഡിന്റെ V3 ഫോമാണ്. അപ്പൊ ഹാഡ് പ്ലസ് V3 ആണ് വന്നേക്കുന്നത്. ഹാഡ് പ്ലസ് V3, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മൂന്നാമത്തെ കണ്ടീഷൻ ആണ്. മെയിൻ ക്ലോസിൽ എന്തോ വരും? വുഡ് ഹാവ് പ്ലസ് V3, കുഡ് ഹാവ് പ്ലസ് V3, പിന്നെ മൈറ്റ് ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷുഡ് ഹാവ് പ്ലസ് V3 ആ വരേണ്ടേ. ഹാഡ് പ്ലസ് V3 വന്നാൽ ഇവിടെ വുഡ് ഹാവ് ഉണ്ടല്ലോ, V3 ഈ ക്വസ്റ്റ്യനിലും കൊടുത്തിട്ടുണ്ട്, സീൻ എന്നുള്ളത്. വുഡ് ഹാവ് സീൻ, യു വുഡ് ഹാവ് സീൻ ദ അഡ്വർടൈസ്മെന്റ്. നീ ന്യൂസ് പേപ്പർ വായിച്ചിരുന്നെങ്കിൽ നീ അഡ്വർടൈസ്മെന്റ് കാണുമായിരുന്നു എന്ന അർത്ഥമാണ് വരുന്നത്. അടുത്ത ചോദ്യം, as we drove down the countryside we saw a dash of sheep gazing in the field. ഷീപ്പിന്റെ കളക്റ്റീവ് നൗൺ ആണ്. ഷീപ്പിന്റെ കളക്റ്റീവ് നൗൺ എന്താ? ചെമ്മരിയാടിൻ കൂട്ടം എന്ന് പറയുന്നത് ഫ്ലോക്ക്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്പ്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഫ്ലീറ്റ് ഓഫ് ഷിപ്പ്. ഈ ഫ്ലോക്ക് വരുന്നത് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പറയും. ഫ്ലോക്ക് ഓഫ് ക്യാമൽസ്, ഫ്ലോക്ക് ഓഫ് ഡക്ക്, ഫ്ലോക്ക് ഓഫ് ഗോട്ട്, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റ് എന്നൊക്കെ ഫ്ലോക്കിൽ പറയാറുണ്ട്. ഹേർഡ്, ഹേർഡ് യൂസ് ചെയ്യുന്നത് ഹേർഡ് ഓഫ് കാറ്റിൽസ്, ഹേർഡ് ഓഫ് എലിഫന്റ്, ഹേർഡ് ഓഫ് കൗ, ഹേർഡ് ഓഫ് ഡീർ. ട്രൂപ്പ്, ട്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് പറയാറുണ്ട്. പാക്ക്, പാക്ക് ഓഫ് ഹൗൺസ്, പാക്ക് ഓഫ് ഉൾസ് പറയാറുണ്ട്. അടുത്ത ചോദ്യം, ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ബിലോ ഈസ്. അക്സസറി,
ഇതിൽ ആക്സസറിയുടെ സ്പെല്ലിംഗ് ഇല്ല. ഈ ചോദ്യം ഡിലീറ്റ് ചെയ്ത് ആക്സസറിയുടെ സ്പെല്ലിംഗ് എന്താ? ACCESSORY ആണ് ആക്സസറി. ACCESSORY ACCESSORY ആണ്. അടുത്ത ചോദ്യം ദ ആന്റോണിം ഓഫ് സ്റ്റാർട്ടിൽഡ്. ഓപ്പോസിറ്റ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിൽ എന്ന് വെച്ചാൽ ഞെട്ടുക എന്ന മീനിങ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? റിലാക്സ്ഡ്. റിലാക്സ്ഡ് ആണ്. ദ സിനോണിം ഓഫ് ഓഗസ്റ്റ്. ഓഗസ്റ്റ് എന്ന വാക്കിന്റെ മീനിങ് എന്തുവാണ്? കുലീനമായ എന്ന അർത്ഥമാണ്. ഡിഗ്നിഫൈഡ്. ഡിഗ്നിഫൈഡ്. അടുത്ത ചോദ്യം മൈ ഫ്രണ്ട് ഹാസ് ഗിവൺ മീ എ ലോട്ട് ഓഫ് ഡാഷ് ഓവർ ദ ഇയേഴ്സ്. ഐ തിങ്ക് ഹി വാണ്ട്സ് മീ ടു യൂസ് ഇറ്റ് ടു റൈറ്റ് ടു ഹിം. അതായത് റൈറ്റിംഗ് മെറ്റീരിയൽസിനെ പറയുന്ന പേരെന്താ? സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി. STATIONERY ആണ് സ്റ്റേഷനറി. മറ്റേ സ്റ്റേഷനറി ആണെങ്കിലോ മോഷൻ ഇല്ലാത്ത എന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ സ്റ്റേഷനറി എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. അടുത്ത ചോദ്യം ഹി ഡാഷ് ഹിസ് പ്രോപ്പർട്ടി ടു ദ ട്രസ്റ്റ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ്. ഗിവ് എവേ. ഗിവ് എവേയുടെ പാസ്റ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഗേവ് എവേ. ഹി ഗേവ് എവേ ഹിസ് പ്രോപ്പർട്ടി ടു ദ ട്രസ്റ്റ്. അവന്റെ പ്രോപ്പർട്ടി അവൻ ട്രസ്റ്റിന് കൊടുത്തു എന്നുള്ള മീനിങ്. ഇത് വൺ വേർഡ് ആണ്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. നിരീശ്വരവാദി എന്ന് പറയത്തില്ലേ? എത്തീസ്റ്റ്. എത്തീസ്റ്റ് ആണ്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഗോഡിന്റെ നിലനിൽപ്പിൽ വിശ്വാസമില്ലാത്ത ആൾ നിരീശ്വരൻ. ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്നയാൾ നിരീശ്വരവാദി. എത്തീസ്റ്റ്. അടുത്ത ചോദ്യം ഹി മെയ്ഡ് എ ഫ്യൂ ഇൻട്രൊഡക്ടറി റിമാർക്സ് ഡാഷ് ദ കൺസേർട്ട് ബിഗാൻ. കച്ചേരി തുടങ്ങും മുൻപ് അവൻ ഇൻട്രൊഡക്ടറി റിമാർക്സ് നൽകി. തുടങ്ങുന്നതിന് മുൻപല്ലേ ഇൻട്രൊഡക്ഷൻ നൽകുന്നത്. അപ്പൊ മുൻപ്, ബിഫോർ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാം? ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കച്ചേരി തുടങ്ങുന്നത് മുമ്പ് ചെയ്യുന്നതാ, ആഫ്റ്റർ അല്ലല്ലോ, അല്ലെങ്കിൽ ആ സമയത്തല്ലല്ലോ. അപ്പോൾ ബിഫോർ ആണ് ഉത്തരം. ബിഫോർ. ഷീ വിസിറ്റ്സ് ഹർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ എന്താ? വളരെ അപൂർവമായ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടേ അവൾ അവളുടെ അച്ഛനെ വിസിറ്റ് ചെയ്യാറുള്ളൂ. സെൽഡം ആണ്. സെൽഡം. സെൽഡം. റെയർലി എന്നൊക്കെ ഉള്ള മീനിങ്. അടുത്ത ചോദ്യം ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 2002. ഇവിടെ ഒരു പോയിന്റ് ഓഫ് ടൈം പറയണം. കൃത്യസമയം പറയുമല്ലേ? പോയിന്റ് ഓഫ് ടൈം പറയുകയാണെങ്കിൽ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ സിൻസും അല്ലെങ്കിൽ ഫോറും ആണ് വരേണ്ടത് എന്നെങ്ങനെ മനസ്സിലായി? ഹാവ് ബീൻ വർക്കിംഗ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ അതിലാണ് സിൻസും ഫോറും യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സിൻസ് ആണോ ഫോർ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പോയിന്റ് ഓഫ് ടൈം കൃത്യസമയം പറയുകയാണെങ്കിൽ സിൻസും, ഒരു പീരീഡ് ഓഫ് ടൈം പറയുകയാണെങ്കിൽ ഫോറുമാണ് യൂസ് ചെയ്യേണ്ടത്. 4 5 years, 4 7 years, 4 10 years എന്നൊക്കെ പറയും. അപ്പോൾ 4 ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. പോയിന്റ് ഓഫ് ടൈം കൃത്യസമയം പറയുകയാണെങ്കിൽ സിൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ അണ്ടർലൈൻ ഫ്രേസ്. ദ മാൻ ടു ഹൂ ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. ആർക്കാണോ ഞാൻ എൻ്റെ വീട് വിറ്റത് അയാൾ എന്ന അർത്ഥത്തിലാണ്. ടു ഹൂ അല്ല വരേണ്ടത്, ആർക്കാണോ അയാൾ. ഹൂമാണ്. ടു ഹൂം ഐ സോൾഡ്. ദ മാൻ ടു ഹൂം ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. ആർക്കാണോ ഞാൻ എൻ്റെ വീട് വിറ്റത് അയാൾ എന്ന അർത്ഥത്തിലാണ്. അടുത്ത ചോദ്യം രാജു വോർ എ വൈറ്റ് ഷർട്ട്. ചൂസ് ദ വൺ വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ ഗിവൺ സെന്റൻസ് ഇൻ പാസീവ് വോയിസ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? രാജു വോർ എ വൈറ്റ് ഷർട്ട് എന്ന് പറയുമ്പം വോർ എന്ന് പറയുന്ന വിയറിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ? V2 ആ. അപ്പൊ V2 വന്നാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെയാ എഴുതുന്നത്? ഒബ്ജക്റ്റ് എടുക്കാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് രാജു, വെർബ് വോർ, ഒബ്ജക്റ്റ് എ വൈറ്റ് ഷർട്ട്. അപ്പൊ ഈ വൈറ്റ് ഷർട്ടിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഒബ്ജക്റ്റ് പ്ലസ്
വാസ് ഓർ വെയർ പ്ലസ് V3 ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് V3. ഇവിടെ വൈറ്റ് ഷർട്ട് എന്ന് പറയുന്ന സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നറിഞ്ഞാലേ വാസ് ആണോ വെയർ ആണോ ചേർക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ പറ്റും. വൈറ്റ് ഷർട്ട്, വൈറ്റ് ഷർട്ട് ഒരെണ്ണമല്ലേ ഉള്ളൂ, അപ്പൊ സിംഗുലർ ആണ്, വാസ് ആണ് ചേർക്കേണ്ടത്. വാസ് വരുന്ന ഒറ്റ ഉത്തരേ ഉള്ളൂ ഇവിടെ, വേറെ കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് നോക്കാം ടെൻസ് ഏതാന്ന് നോക്കാം. V2 ആണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസീവ് വോയിസിലേക്ക് ആക്കാൻ വാസ് ഓർ വെയർ പ്ലസ് V3. ആ വാസ് ഓർ വെയർ പ്ലസ് V3 ഉള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി, എ വൈറ്റ് ഷർട്ട് വാസ് വോൺ ബൈ രാജു. ഫുൾ റൂൾ അറിഞ്ഞില്ലെങ്കിൽ കൂടി ഈ ഒരു ഭാഗം അറിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാ 20 ചോദ്യങ്ങൾ. ക്ലിയർ ആയില്ലേ എല്ലാ ചോദ്യങ്ങളും? ഇങ്ങനെ കുറച്ച് പഠിച്ചു പോകുമ്പം ഈസി ആയിട്ട് ഇംഗ്ലീഷ് നല്ല മാർക്കോട് കൂടി സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്തേക്കണേ. നമ്മുടെ 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് പവർ ആവുക. ന്യൂ ഇയർ ഒക്കെ അല്ലേ, പുതിയ വർഷമല്ലേ, പുതിയ ഡിസിഷൻസ്, നല്ല ചിന്തകളൊക്കെ വരട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.